പ്രിയമുള്ളവരെ, മഹാത്മാഗാന്ധിയുടെ ജീവിതം ഒരു വലിയ പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്ന വർഷമാണ് 1893. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന 23 വയസ്സുകാരനായ അഭിഭാഷകൻ ഒരു കേസിൻ്റെ ആവശ്യത്തിനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന സമയം. അവിടെ വർണ്ണവിവേചനം ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരിക്കൽ ഗാന്ധിജി ട്രെയിനിലെ 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നിട്ട് പോലും ഒരു വെള്ളക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ഒരു കൂലിയാണ് എന്ന് പരിഹസിച്ചു. അതായത് അക്കാലത്ത് ഇന്ത്യക്കാരെ പരിഹസിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്ക്. നിങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യാൻ അനുവാദമില്ല, നിങ്ങൾ പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ഗാന്ധിജി തൻ്റെ ടിക്കറ്റ് കാണിച്ചു. എന്നാൽ വെള്ളക്കാരൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ട്രെയിനിലെ ഉദ്യോഗസ്ഥരും വെള്ളക്കാരൻ്റെ പക്ഷത്തായിരുന്നു. ഗാന്ധിജിയെ ബലം പ്രയോഗിച്ച് പീറ്റർമാറ്റിറ്റ്സ്ബർഗ് സ്റ്റേഷനിൽ ഇറക്കിവിട്ടു. തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹം സ്റ്റേഷൻ വെയിറ്റിംഗ് റൂമിൽ വിറങ്ങലിച്ച് കിടന്നു. ആ രാത്രി ഗാന്ധിജിക്ക് വളരെ നിർണായകമായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഈ അപമാനം സഹിക്കുന്നത്? എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടേണ്ടേ? ആ ഒറ്റ രാത്രി കൊണ്ട് ഒരു സാധാരണ അഭിഭാഷകനിൽ നിന്ന് ഒരു പോരാട്ടത്തിൻ്റെ തീപ്പൊരി ഉണർന്നു. പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. സത്യാഗ്രഹം എന്ന തൻ്റേതായ സമരമാർഗം അദ്ദേഹം അവിടെ വികസിപ്പിച്ചെടുത്തു. അഹിംസയും സത്യാഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നേടിയ അനുഭവങ്ങളുമായി അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിപ്പിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അദ്ദേഹം പോരാടി. ഒടുവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. ഗാന്ധിജിയുടെ ഈ കഥ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. അനീതിക്കെതിരെ ശബ്ദമുയർത്തുക, അത് നിങ്ങൾക്കെതിരെയോ മറ്റുള്ളവർക്കെതിരെയോ ആയാൽ പോലും. ധീരതയും നിശ്ചയദാർഢ്യവും മുറുകെ പിടിക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോകാനുള്ള ധൈര്യം കാണിക്കുക. മറ്റൊന്ന് അഹിംസയുടെ ശക്തിയാണ്. അക്രമമില്ലാത്ത മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണത്. ഒരു സാധാരണക്കാരന് പോലും തൻ്റെ ദൃഢനിശ്ചയത്തിലൂടെ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോരുത്തർക്കും പ്രചോദനമാണ്. ഈ കഥ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.